ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ 7-ാം ദിനത്തിൽ കർത്താവേ, ഞങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തിപ്പാടാൻ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ലോകം മുഴുവനോടും പ്രഘോഷിക്കാൻ, കരുണയുടെ വക്താക്കളായി മാറാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തിരുമണിക്കൂറിൻ്റെ ആരംഭത്തിൽ തന്നെ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. അവിടത്തേക്ക് മഹത്വം കൊടുക്കാം. ചേർന്ന് പാടുന്നു. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ദിവ്യകാരുണ്യ ഭക്തർ എല്ലാ മക്കളും ഈ 3 മണി സമയത്ത് കർത്താവിനെ ആരാധിക്കുമ്പം ഏതെല്ലാം അധ്വാന മേഖലകളിലാണോ, ഏതെല്ലാം ജീവിത വ്യാപാരങ്ങളിലാണോ 3 മണി സമയം കർത്താവിനെ ആരാധിക്കുന്ന സമയം എല്ലാ ദിവ്യകാരുണ്യ ഭക്തരോടും ചേർന്ന് നല്ല നാഥനെ നമുക്കും പാടി ആരാധിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നും ജീവന്റെ അപ്പമായി ഞങ്ങൾക്കായി മുറിയുന്ന സ്നേഹമേ. സ്വർഗ്ഗത്തിൽ നിന്നും ജീവന്റെ അപ്പമായി ഞങ്ങൾക്കായി മുറിയുന്ന സ്നേഹമേ. ദൈവമാണെങ്കിലും മധ്യനായി ഭൂവിൽ സ്വയം ശൂന്യമായതാം സ്നേഹമേ. ദൈവമാണെങ്കിലും മധ്യനായി ഭൂവിൽ സ്വയം ശൂന്യമായതാം സ്നേഹമേ. സ്വയം ശൂന്യമായതാം സ്നേഹമേ. ആരാധന ഒരുമിച്ച് ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഈശോയ്ക്ക് ആരാധന. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധന. ആരാധന ഏറ്റേറ്റ് പറയുന്ന എല്ലാ ഭക്തരോടും ചേർന്ന്, എല്ലാ വിശ്വാസികളോടും ചേർന്ന് നമുക്കും ഈ സമയം ഈശോയ്ക്ക് ആരാധന കൊടുക്കണം. നിത്യജീവൻ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന മക്കളെല്ലാവരും ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുന്നവരാണ്. സ്വർഗം ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ മക്കൾക്കും ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാതിരിക്കാൻ സാധ്യമല്ല. ഈശോയെ കാണാതിരിക്കാൻ പറ്റുകയില്ല. ഈശോയുടെ അടുത്ത് വന്ന് എത്രയോ സമയം ആരാധിക്കുന്നവരാണ് സ്വർഗത്തെ ലക്ഷ്യം വയ്ക്കുന്ന മക്കള്. സ്വർഗത്തിലെത്തുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവരും ആ ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രം ജീവിക്കുന്നവരുമായ മക്കൾ ഒരുപാട് സമയം ഈശോയെ സ്നേഹിക്കുന്നവരാണ്. അധ്വാനിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ ഈശോയെ സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ഒരുമിച്ച് പാടി ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ും
ഈശോയെ തിരുച്ചോരത്തുള്ളിയാലിൻ പാപമൊക്കെയും കഴുകി നീ വെണ്മയായി തീർത്തിടണേ. കരുണാർദ്ര സ്നേഹമേ, അലിയുന്ന സ്നേഹമേ, അകതാരിൽ നീ വന്നു നിറയണേ. കരുണാർദ്ര സ്നേഹമേ, അലിയുന്ന സ്നേഹമേ, അകതാരിൽ നീ വന്നു നിറയണേ. ഇന്നകതാരിൽ നീ വന്നു നിറയണേ. ഈശോയെ അൾത്താരയിൽ തിരുവോസ്തിയിൽ ഈശോയെ വാഴുന്ന ദൈവമേ ആരാധന. ഈശോയ്ക്ക് ആരാധന. തിരുവോസ്തിയായി ഞങ്ങളിൽ വാഴുന്ന തിരുവികാരുണ്യമേ ആരാധന. ഈശോയ്ക്ക് ആരാധന. അൾത്താരയിൽ തിരുവോസ്തിയിൽ വാഴുന്ന ദൈവമേ ആരാധന. തിരുവോസ്തിയായി ഞങ്ങളിൽ വാഴുന്ന തിരുവികാരുണ്യമേ ആരാധന. കൈകൾ ഉയർത്തിപ്പിടിച്ച് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാ മക്കളും ചേർന്ന് പാടണം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ആരാധന ഈശോയെ ആരാധന ഈശോയെ ദിവ്യകാരുണ്യമേ ആരാധന. നീതിമാന്മാരോട് എന്നതിനേക്കാൾ ഞാൻ പാപികളോട് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കും. അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത്. എൻ്റെ അടുക്കൽ വരാൻ അവരൊട്ടും ഭയപ്പെടേണ്ട. അവരാണ് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളവർ. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ അത് മനസ്സിൽ നിറച്ചു വെച്ച കരുണ ലോകം മുഴുവനും അറിയണമെന്നുള്ളതുകൊണ്ടാണ്. ലോകത്തിലുള്ള സർവ്വ മക്കളും കരുണയിലേക്ക് പ്രവേശിക്കണമെന്ന്, ദൈവകരുണയെ ലക്ഷ്യം വെച്ച് ശരണം വെച്ച് ജീവിക്കണമെന്ന് ലോക ജനതയോട് പറയാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഇപ്രകാരം കർത്താവ് പറഞ്ഞത്. നീതിമാന്മാരോട് എന്നതിനേക്കാൾ ഞാൻ പാപികളോട് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കും. അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയത്. പാപികൾക്ക് ആർക്കും എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് എൻ്റെ കരുണയിൽ അഭയം തേടാം. അവർക്ക് എൻ്റെ കരുണയിൽ ശരണം വെക്കാം. എത്രയധികം പ്രാവശ്യം പാപത്തിൽ വീണിട്ടും, എത്ര പ്രാവശ്യം ആവർത്തിച്ച് പാപം ചെയ്തിട്ടും അനുതാപം നഷ്ടപ്പെട്ടവര്, പാപചിന്തകൾ നഷ്ടപ്പെട്ടവര്, പാപബോധമില്ലാത്തവര്, അവരാരാണെങ്കിലും ഈശോയുടെ അരികിൽ വന്നിട്ട് ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ദൈവ കരുണ അവരെ പൊതിയും. ദൈവ കരുണയിൽ അവർക്ക് ആനന്ദിക്കാൻ കഴിയും. ഈ വലിയ സന്ദേശം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന എല്ലാ ദിവ്യകാരുണ്യ ഭക്തരോടും ചേർന്ന് നല്ല ഈശോയ്ക്ക് നമുക്ക് ആരാധന കൊടുക്കാം. ദൈവ കരുണയിലേക്ക് ലോക ജനതയെ കൈപ്പിടിച്ചുയർത്താൻ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും കൃപ ലഭിക്കട്ടെ. എല്ലാ മക്കൾക്കും കൃപ ലഭിക്കട്ടെ. കഠിന പാപികളെയും ദൈവത്തെ നിഷേധിക്കുന്നവരെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെയും എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും ഈ സമയം രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് വീണ്ടും മറന്നുപോയവര്, തള്ളിപ്പറയുന്നവര്, ദൈവത്തെ ഇട്ടിട്ട് പോകുന്നവര്, ഇനി ദൈവം വേണ്ട എന്ന് പറയുന്നവര്, ഇനി പ്രാർത്ഥിക്കില്ല എന്ന് വാശി പിടിക്കുന്നവര്, ഇനി പള്ളി പോകത്തില്ല എന്ന് തീരുമാനം പറയുന്നവര്, ഇനി കൂദാശകൾ സ്വീകരിക്കില്ല എന്ന് ചിന്തിക്കുന്നവര്, അവർക്കെല്ലാവർക്കും വേണ്ടി കർത്താവെ കരുണ കാണിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, കരുണ കാണിക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, ആ മക്കളെ പ്രചോദിപ്പിക്കാൻ എല്ലാ സഹോദരങ്ങളും ഇപ്പോൾ കൃപ ചോദിക്കട്ടെ. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ഈശോയെ നമുക്കൊന്നുകൂടി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, അതാ ഈ അൾത്താരയിലുള്ളത്, ഈശോയെ അൾത്താരയിലുള്ളത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എപ്പോഴും കരുണ കാണിക്കാൻ ഇഷ്ടമുള്ള ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണ കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഈശോയെ
ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്ര ആവർത്തി പാപം ചെയ്തവരെയും കരുണയോടെ സ്നേഹിക്കുന്ന ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ കുമ്പസാരത്തിലും ആവർത്തിച്ച് പാപം ഏറ്റു പറഞ്ഞിട്ടും പിന്നെയും പാപത്തിൽ അതേ പാപത്തിൽ വീണു പോകുന്ന മക്കളിലേക്ക് കരുണ വർഷിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതപിച്ച് ഏറ്റു പറയുന്ന പാപികളോട് കരുണ കാണിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ ദൈവമേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന പാടാം. ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ഒരുമിച്ച് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. രക്ഷകനെ കാത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിലെത്തേണ്ടവരാണ് നമ്മൾ. സ്വർഗത്തെ സ്വപ്നം കാണേണ്ടവരാണ് നമ്മൾ. സ്വർഗത്തെ ലക്ഷ്യം വെക്കേണ്ടവരാണ് നമ്മൾ. കൊച്ചു കൊച്ചു സഹനങ്ങളിലും പരാജയങ്ങളിലും വീഴ്ചകളിലും സ്വർഗം മാത്രം ലക്ഷ്യം വെക്കേണ്ടവരാണ് നമ്മൾ. എല്ലാ വിശുദ്ധരും തന്നെ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ പാപം ചെയ്തു പോയെങ്കിൽ അവരുടനടി അത് തിരിച്ചറിയും, വീണെടുത്ത് നിന്ന് എഴുന്നേക്കും, കരുണയിൽ ആശ്രയിക്കും, ദൈവ കരുണയിൽ ശരണം വെച്ച് മുന്നോട്ട് പോകും. അങ്ങനെയാണല്ലോ അവർ വിശുദ്ധരായത്. അങ്ങനെയെങ്കിൽ ഈ സമയം ആരാധിക്കുന്ന നമുക്കെല്ലാവർക്കും, ദൈവത്തെ ആരാധിക്കുന്ന നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കാം. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കും. എൻ്റെ സ്വർഗത്തിലുള്ള സീറ്റ് അതെനിക്ക് വേണ്ടി തന്നെയുള്ളതാണ്. ആ സ്ഥാനത്ത് ഞാൻ എത്തുവോളം എൻ്റെ സ്വർഗത്തിലുള്ള പിതാവും എൻ്റെ ഈശോയും എൻ്റെ പരിശുദ്ധാത്മാവും എന്നെ സഹായിക്കും. സ്വർഗത്തിലെ എനിക്കായിട്ടുള്ള സീറ്റ് സ്വന്തമാക്കാൻ, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള കൂടാരം അത് സ്വന്തമാക്കാൻ ത്രിയേക ദൈവം എന്നെ സഹായിക്കും. വിശ്വസിക്കാം. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന ഈ സമയം, പാടി ആരാധിക്കുന്ന ഈ സമയം, ദൈവ കരുണയിലേക്ക് ലോക ജനത മുഴുവനും പ്രവേശിക്കാൻ കരുണയാകണമേ, കൃപയാകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ നമ്മുടെ ഈശോയെ നമുക്കൊന്ന് പാടി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു 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 ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു. എനിക്ക് സ്വർഗത്തിലെത്തണം, എനിക്ക് സ്വർഗത്തിലെത്തണം. വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന പാടാം ആരാധന എല്ലാവരും. ദിവ്യകാരുണ്യമേ ആരാധന പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന ആരാധന പാടണേ. ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ബലിയർപ്പിക്കാൻ മടിയുള്ളവര്,
സംസാരിക്കാൻ മടിയുള്ളവര്, അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ദിവ്യകാരുണ്യനാഥന്റെ അരികിൽ വന്ന് മുട്ടുകുത്തി നിന്ന് പരിഹാര അരൂപിയിൽ ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അനേകം ദിവ്യകാരുണ്യ ഭക്തർ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ദൈവ കരുണയുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച് കുദാശകളിൽ നിന്ന് അകന്നു കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ ഭക്തരോടും ചേർന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ ഈശോയെ ആരാധന ആരാധന നമുക്ക് പാടി ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കുടുംബങ്ങൾ തകർന്നു പോയവര്, ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് സമാധാനമില്ല, സന്തോഷമില്ല, ഐക്യമില്ല, ഒന്നിച്ച് പ്രാർത്ഥിക്കില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കില്ല, ഒന്നിച്ച് സന്തോഷിക്കാറില്ല. കർത്താവേ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ, പ്രത്യേകിച്ച് ഈ മണിക്കൂറിൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന്, ദേവാലയങ്ങളിൽ, ആശ്രമങ്ങളിൽ, കോൺവെന്റ് ചാപ്പലുകളിലൊക്കെ ഇരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ തിരുമണിക്കൂറിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ആ സഹോദരങ്ങളോട് ചേർന്ന് നമ്മുടെ ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടെ പാടി ആരാധിക്കാം. ആരാധന ഒരുമിച്ച്. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാ മക്കളും ഉറക്കെ പാടണേ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൊറോണ കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഒതുങ്ങിപ്പോയ സാഹചര്യങ്ങളിൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളിൽ കുറെ അധികം പേര് അലസതയിലേക്ക്, മന്ദതയിലേക്ക്, തീക്ഷ്ണതയില്ലാത്ത അവസ്ഥയിലേക്ക്, ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന ചിന്താഗതിയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ഈ ഭക്തര്, ധാരാളം വിശ്വാസികൾ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന മക്കള്, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയല്ലോ. ഈശോയിൽ നിന്ന് അകന്നുപോയ മക്കളെ ഓർത്ത് നിരന്തരം കണ്ണുനീരൊഴുക്കുന്നവര്, രാത്രികാലങ്ങളിൽ മുഴുവനും ജാഗരണ പ്രാർത്ഥന നടത്തുന്നവര്, എല്ലാവരെയും ഓർത്ത് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അവരോട് ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. പ്രാർത്ഥിക്കാൻ മടിയുള്ളവരും, ഈശോയെ എന്ന് വിളിക്കാൻ ഇഷ്ടമില്ലാത്തവരും, കുടുംബ പ്രാർത്ഥന മുടക്കിയവരും, അവർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യ ഭക്തരോട് ചേർന്ന് നമ്മുടെ ഈശോയെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്നുകൂടെ നമുക്ക് സ്തുതിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന മുടക്കിയവര്, മീഡിയയുടെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും ഈശോയുടെ കൂടെ ഒരു മണിക്കൂർ ഇരിക്കാൻ മടിയുള്ളവര്, കർത്താവേ കരുണ കാണിക്കണമേ, കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാൻ മടിയുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ത്യാഗ അരൂപിയിൽ പ്രാർത്ഥിക്കുന്നു. പരിഹാരം അനുഷ്ഠിച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആരാധന പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഗെത്സമൻ തോട്ടത്തിൽ രക്തമുയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ, പിതാവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥന നിരതരാകുന്ന ഈശോ മനസ്സിലാക്കുന്നു ശിഷ്യന്മാർ ഉറങ്ങുകയാണെന്ന്. അവരുടെ അടുത്ത് ചെന്നിട്ട് ഈശോ ചോദിക്കുന്നു, ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മേലെ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്ക്, ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്ക്. അവൻ രക്തമുയർക്കുമ്പം സുഖമായിട്ട് ഉറങ്ങിപ്പോകുന്ന മക്കളെ ആകാതെ അവന്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാൻ, അവൻ രക്തമുയർക്കുമ്പം കൂടെ നിന്ന് അവന് ശക്തി കൊടുക്കാൻ, അവന്
ധൈര്യം കൊടുക്കാൻ ഞങ്ങളെല്ലാവരെയും ധൈര്യമുള്ളവരാക്കണേ. ഞങ്ങളെ സഹായിക്കണമേ. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ക്ഷീണവും തളർച്ചയും മറന്ന് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പരിഹാര അരൂപിയിൽ പ്രാർത്ഥിക്കാൻ, നഷ്ടപ്പെട്ടു പോകുന്ന മക്കൾക്ക് വേണ്ടി, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മക്കൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തണമേ. ഇത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ ഭക്തരോടും ചേർന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. ആരാധന, 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 ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് പാടാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. പ്രലോഭനങ്ങളിൽ വീണു പോകുന്ന മക്കൾക്ക് വേണ്ടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവിനെ ആരാധിക്കാം. ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഈ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി യുവജനങ്ങൾ ഈശോയിൽ നിന്ന് അകന്നിട്ടുണ്ട്. നിരന്തരം ദേവാലയങ്ങളിൽ ഒന്നിച്ചു കൂടിയിരുന്നവർ, സന്ധ്യാസമയങ്ങളിൽ ദേവാലയത്തിൽ വന്ന് ഒന്നിച്ച് ഗ്രൂപ്പായി നിന്ന് ജപമാല ചൊല്ലിയിരുന്നവർ, മുടങ്ങാതെ ബലിയർപ്പിച്ചിരുന്ന ധാരാളം യുവ സുഹൃത്തുക്കൾ ഇന്ന് പള്ളി കയറാതെ ആയിട്ടുണ്ട്. കാരണങ്ങൾ അവർക്ക് പലതാണ്. കാരണങ്ങൾ പലതും അവർ നിരത്താൻ തയ്യാറാകുന്നു. അവർ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നു. ഇത് കണ്ടിട്ട് അസ്വസ്ഥമായ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന, ഇത് കണ്ടിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും നമുക്കും ഇപ്പോൾ ചേർന്ന് നിൽക്കാം. യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ പോലും ജപമാല ചൊല്ലാത്ത മക്കളായി ഒരൊറ്റ കാരണത്താൽ തന്നെ, പ്രാർത്ഥിക്കുന്നില്ല എന്ന കാരണത്താൽ തന്നെ ജഡിക പാപങ്ങളിലേക്ക് വീണുപോയവർ ധാരാളം പേർ. ജഡിക പാപങ്ങൾ അരുതാത്തതാണ് എന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യരുത് എന്ന് മനസ്സാക്ഷി 1000 പ്രാവശ്യം പറഞ്ഞിട്ടും ദൈവാത്മാവ് ഒത്തിരി തവണ മനസ്സിൽ പ്രചോദനം കൊടുത്തിട്ടും അതിൽ വീണു പോകുന്ന എല്ലാ യുവ സുഹൃത്തുക്കൾക്കും വേണ്ടി കർത്താവേ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും, നിങ്ങൾക്ക് പരിചയമുള്ള യുവ സുഹൃത്തുക്കളെ മുഴുവനും ഈ ആരാധനയിലേക്ക് ചേർത്ത് പിടിച്ച് ഈശോയുടെ അരികിലേക്ക് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗപൂർവ്വം തന്നെ യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ മടിയുള്ള മക്കൾക്ക് വേണ്ടി നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മറന്നു പോകുന്ന, ഇഷ്ടമില്ലാത്ത, രാവിലെ എഴുന്നേറ്റ് ബലിയർപ്പിക്കാൻ പോകാൻ മടിയുള്ള എല്ലാ യുവ സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മുടെ ഈശോയെ ഇപ്പോൾ നമുക്ക് സ്നേഹിക്കാം. അവർ സ്നേഹിക്കാത്തതിന് പരിഹാരമായി നമ്മുടെ ഈശോയെ നമുക്കിപ്പോൾ സ്നേഹിക്കാം. അവർ പ്രാർത്ഥിക്കാത്തതിന് പരിഹാരമായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ വേദന സഹിച്ചുകൊണ്ട് തന്നെ സഹോദര സഹോദരി, ചുറ്റുമുള്ള യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നിന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഡിക പാപങ്ങളിൽ വീണു പോകുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങി പോകുന്ന മക്കളുടെ മേൽ കരുണയാകണമേ. അന്യമതസ്ഥരുമായി വിവാഹബന്ധം ഉറപ്പിക്കുന്ന മക്കളോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകസുഖങ്ങളുടെ പുറകെ പോയി സമ്പത്തും സമയവും നഷ്ടപ്പെടുത്തുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പാടി ആരാധിക്കാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഒരുമിച്ച് പാടാം. ആരാധന, ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന. പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്കുള്ള ലേഖനം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ.
ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മുടെ യുവ സുഹൃത്തുക്കള് ആരും തന്നെ വഴിതെറ്റി പോകാതിരിക്കാൻ, ഇനി ആരെങ്കിലും വഴിതെറ്റി പോയെങ്കിൽ എളുപ്പം തിരിച്ചു വന്ന് ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ അവരുടെ മേൽ കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തും സമയവും നഷ്ടപ്പെടുത്തുന്നവരും ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവരും ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആലയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നും ഓർമ്മയില്ലാതെ വീണ്ടും വീണ്ടും പാപപ്രവർത്തികളിൽ മുഴുകിപ്പോകുന്നവരുമായ എല്ലാ യുവ സുഹൃത്തുക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ നിഷേധിക്കുന്നവരും സഭയെ എതിർക്കുന്നവരും സഭയിൽ നിന്ന് അകന്നു പോകുന്നവരുമായ യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്കിപ്പോൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ജഡിക ചിന്തകളിൽ നിന്ന് മക്കൾക്ക് മോചനം കൊടുക്കണമേ എന്ന്, അഹങ്കാരത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, വിദ്വേഷ വൈരാഗ്യങ്ങളിൽ നിന്ന് ദൈവജനത്തെ പ്രത്യേകിച്ച് യുവ സുഹൃത്തുക്കളെ അനുഗ്രഹിക്കണമേ, മോചനം കൊടുക്കണമേ. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുൻപിൽ എല്ലാ മക്കളെയും നമുക്ക് കൊണ്ടുവരാം. പാപം ചെയ്യുന്നവരും പാപം ചെയ്യാത്തവരും ദൈവവിളി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ പങ്കാളികളാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെയും സന്യാസാർത്ഥിനികളെയും എല്ലാം ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ചേർത്ത് വെച്ച് യുവത്വ കാലഘട്ടം കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ മഹത്വപ്പെടുന്നു, ദൈവമേ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാർപ്പാപ്പയെ സമർപ്പിക്കാം, അഭിവന്ദ്യ പിതാക്കന്മാരെ സമർപ്പിക്കാം, വന്യ വൈദികരെ, സന്യസ്തരെ, അൽമായ സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, ഉദരത്തിലുള്ള ശിശുക്കളെ, ഇനി ജനിക്കാനിരിക്കുന്ന മക്കളെ എല്ലാവരെയും നമുക്കിപ്പോൾ ചേർത്ത് വെക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും വിശുദ്ധരും എല്ലാവരും ചേർന്നതാണല്ലോ തിരുസഭ. സഭാ മക്കളെ എല്ലാവരെയും നമുക്കിപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ലോകത്തോട് മുഴുവനും കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ കാണിക്കാൻ കർത്താവെ വൈകല്ലേ
എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ കാണിക്കാൻ വൈകല്ലേ എന്ന്, കാരുണ്യം ചൊരിയാൻ വൈകരുതേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹനങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ പരിശ്രമങ്ങൾക്കും, ദൈവനാമത്തിൽ ചെയ്യുന്ന ഓരോ കൊച്ചു ശുശ്രൂഷയ്ക്കും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കാൻ, സ്വർഗത്തിൽ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ, ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനുപോലും സമ്മാനമുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗം മാത്രം നമുക്ക് ലക്ഷ്യം വയ്ക്കാം. ഈ ജീവിതത്തിൽ എന്തേരെ സഹിച്ചാലും, എന്തേരെ കരയേണ്ടി വന്നാലും, ഏതെല്ലാം മുള്ളുകളും മുൾച്ചെടികളും നമുക്കൊപ്പം ഉണ്ടായാലും, അതിൻ്റെ നടുവിലും ഈ പരിശോധനയുടെ കാലഘട്ടത്ത്, ഈ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്ത് സ്വർഗം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ എനിക്കായി ഒരുക്കി തരുന്ന നിത്യതയെ സ്വപ്നം കാണാൻ ദൈവമേ എനിക്ക് കൃപ അരുളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഭാഗ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ കാര്യങ്ങൾ, എൻ്റെ തന്നെ കാര്യങ്ങൾ, എനിക്ക് ആരോഗ്യം പോയത്, എൻ്റെ സമ്പത്ത് പോയത്, എൻ്റെ ജോലി പോയത്, എൻ്റെ പൈസ നഷ്ടപ്പെട്ടത്, ഇത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എനിക്ക് സ്വർഗത്തിലെത്തണം. എൻ്റെ കൂടെയുള്ളവർ, ഞാനുമായിട്ട് ഇടപെടുന്ന എല്ലാവരും സ്വർഗത്തിലെത്തണം. ഈ ലോക ജനത മുഴുവൻ സ്വർഗപ്രാപ്തിക്ക് യോഗ്യരാകണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ കൃപ മുഴുവൻ എല്ലാ മക്കളിലും നിറയട്ടെ. കൈകൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണോ ഇപ്പോൾ ദൈവാത്മാവ് പ്രേരണ തരിക, അവരെല്ലാം ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടി ഒന്ന് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വലിയ അഭിഷേകം അനേകം മക്കൾക്ക് കിട്ടുന്നുണ്ട്. ആഗ്രഹിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. ആമേൻ. നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി ആമേൻ. എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. ആമേൻ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. പ്രാർത്ഥിക്കാം. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. ഈശോയെ, അത് മാത്രം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പം, ഓർക്കാപ്പുറത്ത് രോഗങ്ങൾ വരുമ്പം, പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പം, സ്നേഹിച്ചിരുന്നവർ വഴിമാറിപ്പോകുമ്പം, സഹായിക്കുമെന്ന് പറഞ്ഞവർ വാക്ക് പാലിക്കാതിരിക്കുമ്പം, വിശ്വാസ വഞ്ചന കാണിക്കുമ്പം, കർത്താവേ നിത്യത മാത്രം സ്വപ്നം വയ്ക്കാൻ എന്നെ സഹായിക്കണമേ. അഗ്നിയിൽ സ്വർണം ശുദ്ധി ചെയ്യുന്ന പോലെ എൻ്റെ ജീവിതത്തെ ശുദ്ധി ചെയ്യുന്ന, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന എല്ലാ അനുഭവങ്ങളെ പ്രതിയും നന്ദി പറയുന്നു. എല്ലാ അനുഭവങ്ങളെയും കേൾക്കുന്ന ഓരോ വാക്കും പലതും സന്തോഷം നൽകുന്നതല്ല. സ്വീകരിക്കുന്ന ഓരോ അനുഭവവും അതെനിക്ക് പോസിറ്റീവ് എനർജി തരുന്നതല്ല. എൻ്റെ ജീവിതത്തെ തകർക്കുന്നതാണ് പലതും. എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാണ് പലതും. ഞാൻ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് പലതും തന്നെയും. ദൈവമേ, ഇതിൻ്റെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ അരികിൽ ഓടി വരാൻ, അങ്ങയെ വട്ടം കെട്ടിപ്പിടിച്ച് അങ്ങയെ ആരാധിക്കാൻ എന്നെ ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ.
ഒരുമിച്ച് പാടാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. കൂടെ പാടണേ എല്ലാവരും. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പണിനിൽക്കുമ്പോൾ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും ആമേൻ. താഴ്ചയിലും ആമേൻ. മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. ഈശോയെ, നാഥാ നിൻ സാന്നിധ്യം മതി. ആമേൻ. നിൻ സാന്നിധ്യം മതി. ഈശോയോട് പറയാം. നാഥാ നിൻ സാന്നിധ്യം മതി. കൈകൾ തുറന്നു പിടിച്ച് നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. പാടാം. നാഥാ നിൻ സാന്നിധ്യം മതി. ദിവ്യകാരുണ്യ ഭക്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാടാം. നിൻ സാന്നിധ്യം മതി. ഒരുമിച്ച് പാടണേ. നാഥാ നിൻ സാന്നിധ്യം മതി. ഒറ്റ പ്രാവശ്യം കൂടെ പാടാം. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥന്റെ അടുത്ത് ഇപ്പോൾ പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് ഇപ്പോൾ ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മക്കളോട് ചേർന്ന് നമുക്ക് ഇപ്പോൾ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരാശ മാറ്റി പ്രത്യാശ കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവ്യകാരുണ്യ ഭക്തനോട് ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയും പാട്ട് പാടിയിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ജപമാല ചൊല്ലിയിട്ടും ഒരു ഫലവുമില്ല എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാന്നിധ്യം മതി. പാടാവോ ഒരുമിച്ച്? നാഥാ നിൻ സാന്നിധ്യം മതി. എല്ലാ മക്കളും ചേർന്ന് പാടുന്നു. നിൻ സാന്നിധ്യം മതി. അതെ ഈശോയെ, അത് മാത്രം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി ഈശോയെ. നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധാരാളം യുവ സുഹൃത്തുക്കള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ധാരാളം പേരുണ്ട്. ഭൂരിഭാഗം പേരും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളാണല്ലോ. യുവ സുഹൃത്തുക്കള് ചെറിയൊരു ഗ്രൂപ്പ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് ഈശോയെ സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് അവരോട് ചേർന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ദൈവഹിതം നിറവേറ്റുന്നവരുണ്ട്. ധാരാളം അമ്മമാർ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ധാരാളം യുവ സുഹൃത്തുക്കൾ ഈശോ ആണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഈശോയെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ധാരാളം മക്കളുണ്ട്. കുഞ്ഞുങ്ങള് ചെറിയ പ്രായത്തിൽ തന്നെ വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും താല്പര്യമുള്ളവരുണ്ടല്ലോ. അവരോടെല്ലാം ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധാരാളം വൈദികര് രാവും പകലും പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഹനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ട്. രോഗപീഠകളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ തടവറയ്ക്കുള്ളിലായിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ധാരാളം വൈദികരുണ്ട്. ധാരാളം സന്യസ്തരുണ്ട്. അവരോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. തടവറയ്ക്കുള്ളിലായ ആക്കപ്പെട്ട, ശിക്ഷിക്ക് വിധേയപ്പെട്ട എല്ലാ മക്കളോടും ചേർന്ന് നമുക്കിപ്പോൾ ഈശോയെ ആരാധിക്കാം. അനുദമിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്കിപ്പോൾ ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട മക്കളോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയിലിന്റെ ഉള്ളിലാണെങ്കിലും യേശുവേ നിന്റെ സാന്നിധ്യം മതിയേ എന്ന് പറയുന്ന മക്കള്, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും, മരുന്ന് കഴിക്കാൻ സാമ്പത്തികമില്ലെങ്കിലും, കിടക്കാൻ കിടപ്പാടമില്ലെങ്കിലും നിന്റെ സാന്നിധ്യം മതി എന്ന് പറയുന്ന മക്കളോട് ചേർന്ന് ആരാധിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. എല്ലാം നഷ്ടപ്പെട്ടാലും ഈശോ മാത്രം മതിയേ. സൽപ്പേര് നഷ്ടപ്പെട്ടാലും നിന്റെ മതി ഈശോയെ. പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടാലും ഈശോയെ നിന്റെ മതിയേ. സാമ്പത്തിക നഷ്ടം ഒത്തിരി ഉണ്ടെങ്കിലും ഈശോ മതിയേ. സ്വന്തമായി ഉണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഈശോ മതിയേ. തകർച്ചകളുടെ നടുവിലും ഈശോ മാത്രം മതിയേ. ഒന്നുകൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തെറ്റ് ചെയ്യാതെ ശിക്ഷ ഏൽക്കേണ്ടി വന്ന മക്കൾക്ക് വേണ്ടി നമ്മളിപ്പോൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകം മുഴുവൻ തെറ്റുകാരിൽ നിന്ന് മുദ്ര കുത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശുപത്രികളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ICU വെന്റിലേറ്ററുകളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥാ നിൻ സാന്നിധ്യം മതി. എല്ലാവരും ചേർന്ന് അല്പം കൂടെ സ്നേഹത്തോടെ ഒരുമിച്ച് എല്ലാവരും പാടണം. ഈശോയെ ഒറ്റ പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവകരുണയുടെ നൊവേനയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഇന്ന് 7ാമത്തെ ദിവസത്തിന്റെ പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെക്കാം. നിൻ സാന്നിധ്യം മതിയേന്ന് ആവർത്തിച്ച് നമ്മുടെ അന്തരാത്മാവ് പാടിക്കൊണ്ടിരിക്കട്ടെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മാധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ലല്ലോ. ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ.
ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന്റെ കാരുണ്യ സ്തോത്രം ആലപിക്കുന്നു. അങ്ങിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി വലതുകരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിച്ച് നമുക്കിപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച്
ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എല്ലാ ദൈവകാരുണ്യ ഭക്തർക്ക് വേണ്ടിയും കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ നമുക്കിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിത്യജീവനിൽ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവകരുണ സമൃദ്ധമായിട്ടുണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്കൊരുമിച്ച് ഈരടി പാടി 3 പ്രാവശ്യം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ നിറയ്ക്കണമേ എന്ന് പാടാം. പ്രാർത്ഥിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. ഒന്നുകൂടെ പാടാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കാരുണ്യത്തിൻ്റെ ലുത്തിനിയ നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവ്വശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യക മറിയത്ത് ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദ വരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനകൾക്ക് മറുപടിയായി കർത്താവെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. മിശിഹായെ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ ഞാൻ എന്നെന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥന ഏറ്റുചൊല്ലിത്തരാം. നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യാതിരേകത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കൈകൾ ഉയർത്തിപ്പിടിച്ച് നല്ല ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ മണിക്കൂർ ഏറ്റുവാങ്ങിയ എല്ലാ നന്മകൾക്കായും ഈ മണിക്കൂർ സ്വന്തമാക്കിയ എല്ലാ കൃപകൾക്കായും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ജയിലിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഉപവാസമെടുത്ത് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 13 മക്കളെ കാണിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ അവരെ സമ്പന്നരാക്കുന്നതായി കാണിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും ഈശോ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുന്നതായിട്ട് കാണുന്നു. ഈ ആരാധന യുവ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി ആരാധനയിലേക്ക് നയിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായി കാണുന്നു. യുവ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഇങ്ങനെ തീരുമാനമെടുക്കുന്ന മക്കളെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു, ആത്മബലം കൊടുത്ത് സഹായിക്കുന്നതായി കാണുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിനുണ്ടായിരുന്ന തീക്ഷ്ണതയിലേക്ക് അനേകം മക്കളെ ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് വീണ്ടും നയിച്ചു, അവരെ ബലപ്പെടുത്തിയതായിട്ട് പറയുന്നു. അനേകം വ്യക്തികൾക്ക് തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം നൽകി ഈശോ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. കുറെ അധികം പേരുടെ മനസ്സിലുണ്ടായിരുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റി നല്ല ചിന്തകളും നല്ല ബോധ്യങ്ങളും നൽകി കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് പറയുന്നു. അനേകം വ്യക്തികൾക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ക്ഷമിക്കാനും മറക്കാനുമുള്ള കൃപ ധാരാളം പേർക്ക് ഈ ആരാധനയിൽ കർത്താവ് നൽകിയതായിട്ട് പറയുന്നു. ഒരു സഹോദരി കണ്ണുനീരോട് കൂടി ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കണ്ണുനീരിന് കാരണമായ ആ കാരണം ഈശോ പ്രത്യേകമായിട്ട് എടുത്തു മാറ്റി ആ സഹോദരിയെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി കർത്താവ് ഒരു മകനെ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. 3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ നിയോഗത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു, അവരുടെ സമൂഹ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. കുറെ നാളുകളായിട്ട് കുമ്പസാരിച്ചിട്ടുള്ള ഒരു മകനെ കർത്താവ് കാണിക്കുന്നു. ആ മകനെ എല്ലാ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാനും നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഒരു വൈദികന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കാണിക്കുന്നു. ആ സഹോദരിയുടെ പ്രാർത്ഥന കേട്ട ആ വൈദികനെയും ആ സഹോദരിയെയും പ്രത്യേകമായിട്ട് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ക്യാൻസർ രോഗിയായ ഒരു വൈദികനെ കർത്താവ് ഇപ്പോൾ സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണിക്കുന്നു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ നൽകിയ വൻ കാര്യങ്ങൾക്ക്, ഈശോ ചെയ്ത വലിയ പ്രവൃത്തികൾക്ക് നമുക്ക് ഈശോയ്ക്ക് തന്നെ സ്തുതി കൊടുക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എണ്ണിയാൽ തീരാത്ത നന്മ